ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇന്ന് നമ്മുടെ ഡീക്കന്മാരുടെ ധ്യാനത്തിന്റെ അഭിഷേക പ്രാർത്ഥനയുടെ ദിവസമാണ്. അഭിഷേക പ്രാർത്ഥനയോടനുബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനയുണ്ട് കേട്ടോ. 150 ഡീക്കന്മാരെ കരങ്ങൾ ഉയർത്തി നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തും. നിങ്ങളെന്തായാലും ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ആ ഡീക്കന്മാരുടെ പ്രാർത്ഥന സമിതിക്കാർ നടക്കണമെന്ന് ഈശോ ഇങ്ങോട്ട് ഇടപെട്ടിട്ട് കേട്ടോ. ഹല്ലേലൂയ. ഡീക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ ധ്യാനം, നമ്മുടെ ധ്യാനം കേട്ടോ, ഈശോ ക്രമീകരിച്ച് ദൈവത്തിന്റെ അനുഗ്രഹമായി മാറി. പിന്നെ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് നമുക്കൊരു എക്സ്ട്രാ എനർജി ഉണ്ട്, കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന ഒരുപാട് ആവശ്യമുള്ള സമയമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് തന്നെ ഈശോയുടെ കൃപയുണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കാവാം. ഞാൻ ചില നിയമങ്ങൾ മനസ്സിൽ വെക്കുകയാണ്. ഈശോനകത്തെല്ലാം ഇടപെടണം, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ, പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ കാര്യം ഓർത്ത് വേവാ. കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. സ്തുതിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് രാജാക്കന്മാർ 2-ാമത്തെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 15-ാം തിരുവചനമാണ്. 2 Kings chapter 3 verse 15. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അഭിഷേകം പെട്ടെന്ന് ഉജ്ജ്വലിക്കാൻ എന്നതിനെ കുറിച്ചാണ്. വചനം ഇതാണ്: ഒരു ഗായകനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. ഗായകൻ പാടിയപ്പോൾ കർത്താവിന്റെ ശക്തി ഏലീഷയുടെ മേൽ ആവസിച്ചു. ഞാനൊരു അഭിഷേകാഗ്നിയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവസ്വരൂപിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ സഹോദരങ്ങൾ, ഇതിന്റെ പശ്ചാത്തലം ഒന്ന് ആദ്യം പറയാം. യഹോഷാഫാത്ത് രാജാവ് യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കണം. അതിന് വേണ്ടിയിട്ട് അന്വേഷിക്കുകയാണ്. യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിജയിക്കുമല്ലോ എന്ന് കർത്താവിന്റെ ഹിതം അറിയണം. പ്രവാചകന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അപ്പൊ കർത്താവിന്റെ വചനം കൂടെയുള്ള ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്ന് ഏലീഷ അവിടെ ഉണ്ടെന്ന് ദൂതൻ പറയുന്നു. ഉടനെ ദൂതനെ ഏലീഷ എടുത്ത് പറഞ്ഞു വിടുന്നു. അപ്പൊ ഏലീഷ പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു ആത്മീയ മന്ദത, മരവിപ്പ്, ചിലപ്പോൾ നമുക്കിങ്ങനെ ചില സമയത്ത് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഒരു തീഷ്ണത, പിന്നെ ഒരു മന്ദത, മരവിപ്പ്, അങ്ങനെ അവസ്ഥയുണ്ടാവും. അങ്ങനെ ഒരു ആത്മീയ മരവിപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സഭയാണ്. എന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു മെസ്സേജ് കിടക്കാൻ പണ്ട ഒരു ഉണർവ് വേണം. മന്ദത എന്നുള്ളതിനേക്കാൾ നമുക്കൊരു പ്രത്യേക അവസ്ഥ അങ്ങോട്ട്. അപ്പം നമ്മുടെ അവസ്ഥ കണക്ട് ചെയ്ത് ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. എന്നിട്ട് എൻ്റെ സഹോദരങ്ങളെ പറഞ്ഞ ഏലീഷ പക്ഷെ തീരുമാനം പറയുകയും ചെയ്തു. ഏലീഷ എന്ത് ചെയ്തു? ഒരു പാട്ടുകാരനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു. പാട്ടുകാരനോട് പാട്ട് പാടാൻ പറഞ്ഞു. പാടുവാൻ ഏലീഷ കൂടി ചേർന്ന് പാടിക്കാണും. പെട്ടെന്ന് കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി ഏലീഷമായിട്ട് ആവസിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പുതിയ നിയമത്തിൽ നമുക്കറിയാം പരിശുദ്ധാത്മ പുറത്തുനിന്നല്ല അകത്തുനിന്ന് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പാട്ടൊക്കെ പാടി ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും തുടങ്ങുമ്പോൾ എന്നറിയോ, ശക്തമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു ജ്വലനം നമ്മുടെ ഹൃദയത്തിൽ നടക്കും. ഹല്ലേലൂയ. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞ കാര്യം നിനക്കറിയാം. 1 പ്രാവശ്യം പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓർക്കാണ് എൻ്റെ വീട്ടില് പണ്ട് വൈകുന്നേരങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർക്കാണ്, പിന്നെ ചാച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു സ്വർഗത്തിലാണ്. അപ്പം ഞാൻ ഓർക്കാണ് ഒരു സമയം കഴിഞ്ഞപ്പോൾ അവർക്കൊരു കുറച്ച് ബോധ്യം കിട്ടിയപ്പോഴായിരിക്കും ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ പിന്നെ ഗുണപ്രാർത്ഥനയോട് അനുബന്ധിച്ച് കുറേ പാട്ടൊക്കെ പാടി സ്തുതിപ്പും ഒരു പ്രത്യേക ഞാൻ അതിനകത്ത് സംബന്ധിച്ച് ഞാൻ ഓർക്കാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നന്നായിട്ട് ഇനിയിപ്പം നമുക്ക് കുറെ സ്തുതിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും, പാട്ട് പാടാൻ പറ്റിയില്ല, കുറച്ച് സമയം നന്ദി പറയുക, സ്തുതിക്കുക, ഈശോയെ നന്ദി, സ്തുതി, അതെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ അഭിഷേകം ഭയങ്കരമായിട്ട് ഉജ്ജ്വലിപ്പിക്കും. ചില പാട്ടിൻ്റെ ഇരട്ടികളൊക്കെ ഉണ്ട് പാടി അങ്ങ് പ്രാർത്ഥിച്ച് എപ്പോഴും ഒരു ദിവസം ഏതെങ്കിലും സമയത്ത് ഒരു പ്രൈസ് വർഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി സമയം മാറ്റി വെക്കണം. നിങ്ങളെ മാറ്റി വെച്ച് നോക്കിയോ, ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾ ധാരണ പറഞ്ഞാൽ നല്ലൊരു പ്രൈസ് വർഷിപ്പ് എന്ന് അറിയപ്പെടുന്നത് കുറേ സമയം ഒന്ന് നിശബ്ദതയെ പ്രാർത്ഥിക്കാൻ, ധ്യാനിക്കാൻ, ബൈബിൾ വായിക്കാൻ ഒക്കെ വലിയ കൃപയാണ്. പക്ഷെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. സന്തോഷം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് കേട്ടോ. സ്തുതിക്കാവോ ഉച്ചത്തിൽ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നന്നൊരു കരങ്ങൾ ഉയർത്തി ഉറക്കെ ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവ് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, പ്രഭാതത്തിൽ, ചിലർക്ക് സായാഹ്നത്തിൽ, മറ്റു ചിലർക്ക് മധ്യാഹ്നത്തിൽ, ചിലർക്ക് രാത്രിയിലൊക്കെയാണല്ലോ വചനം ഓരോ സ്ഥലത്ത് ഓരോ സമയത്താണല്ലോ എത്തുന്നത്. ഏത് സമയത്തെത്തിയാലും ഒരേപോലെ ആത്മാവിന്റെ പ്രവർത്തനം സംഭവിക്കുകയാണല്ലോ. കർത്താവ് നന്ദി പറയുകയാണ്. എല്ലാ ദിവസവും കുറച്ച് സമയം സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെയുള്ള പാട്ട് പാടാനും സ്തുതിക്കാനൊക്കെ പ്രത്യേക അഭിഷേകം ഞങ്ങളിൽ ഒരാഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവ് ദേവൻ തടസ്സങ്ങൾ ഈശോയെ ബന്ധി വിട്ടുമാറി പോകട്ടെ.
കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് കർത്താവ് അഭിഷേകം പ്രാർത്ഥിച്ച് ഉജ്ജ്വലിപ്പിക്കാൻ ഒരു പ്രത്യേക കൃപ ഇവർ ഓരോരുത്തരും വരെ വന്നെന്ന് അറിയട്ടെ. ഇപ്പോൾ കർത്താവെ, ഒരു മന്ദത, മരവിപ്പ്, അലസത, ഉറക്കം, ക്ഷീണം, പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഫലവിചാര, പീഡ, വ്യഗ്രത, ഇങ്ങനെയുള്ളവർ ഇപ്പോൾ ഈ സമൂഹം ഒരുമിച്ച് സ്തുതിക്കുന്ന സമയത്ത് ശക്തമായ ഡെലിവറൻസ് ഉണ്ടാകും. ദുഷ്ടാദേശം അത് ബന്ധിക്കുന്നു, നിത്യാജ്ഞയിൽ ബന്ധിക്കുന്നു. കർത്താവെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവർ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു. നല്ലത് സംഭവിക്കട്ടെ. നിങ്ങളുടെ ഉദ്യമങ്ങളെ കർത്താവ് വിജയിപ്പിക്കട്ടെ. കർത്താവിന്റെ വഴികൾ നിങ്ങൾക്ക് മനസ്സിലാകട്ടെ. കർത്താവ് അത് വെളിപ്പെടുത്തട്ടെ. കർത്താവ് കാണിച്ചു തരുന്ന വഴികളിൽ പോകാൻ പരിശുദ്ധി അമ്മ നിങ്ങളെ സഹായിക്കട്ടെ. യേശുവിൽ നമുക്കൊരു മാധ്യസ്ഥം വഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.